നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഈ ആഴ്ചത്തെ നക്ഷത്ര വാരഫലം, അതായത് മാർച്ച് 17 മുതൽ 23 വരെയുള്ള നിങ്ങളുടെ നക്ഷത്രം എങ്ങനെ ആയിരിക്കുമെന്ന് നോക്കാം. ഈ ആഴ്ച നല്ല ഫലങ്ങൾ തുണയ്ക്കുന്ന രാശികൾ ഏതെല്ലാം, അനുകൂല ഫലങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് അറിയാം. മേടരാശി, നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തെയും ബിസിനസ്സിനെയും സംബന്ധിച്ച് ചില വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം. നിങ്ങൾക്ക് ചില വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. അവ വളരെ ബുദ്ധിപൂർവ്വം നേരിടേണ്ടി വരും. വിദ്യാർത്ഥികളുടെ മനസ്സ് പഠനത്തിൽ നിന്നും വ്യതിചലിച്ചേക്കാം. കുടുംബത്തിലെ ഒരു മുതിർന്ന അംഗത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടാവും. നിങ്ങൾ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഈ കാലയളവിൽ നിങ്ങൾക്ക് മാന്ദ്യം നേരിടേണ്ടി വരും. എന്നിരുന്നാലും ആഴ്ചയുടെ മധ്യത്തിൽ നിങ്ങളുടെ ബിസിനസ് വീണ്ടും ട്രാക്കിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ആസൂത്രണം ചെയ്ത ജോലികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കും. നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിക്കും. ഈ സമയത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും പൂർണ്ണ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. സാമ്പത്തികമായും ഈ സമയം നിങ്ങൾക്ക് ശുഭകരമാണെന്ന് തെളിയിക്കപ്പെടും. വിപണിയിൽ കുടുങ്ങിയ പണമോ മറ്റൊരാൾക്ക് കടം കൊടുത്ത പണമോ അപ്രതീക്ഷിതമായി തിരിച്ചു കിട്ടിയേക്കാം. നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ നിങ്ങളുടെ ഇണയിൽ നിന്നും പൂർണ്ണ പിന്തുണ ലഭിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ലഭിക്കും. ഇടവരാശി, ശ്രമിച്ചാൽ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നതിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. സാമ്പത്തിക മേഖലയിൽ നിങ്ങൾ ശ്രദ്ധാപൂർവം തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഈ കാലയളവിൽ തിടുക്കത്തിൽ ജോലി ചെയ്യുന്നത് ഒഴിവാക്കുക. ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക. അല്ലാത്ത പക്ഷം പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബാംഗവുമായി തർക്കമുണ്ടെങ്കിൽ ഒരു മുതിർന്ന വ്യക്തിയുടെ സഹായത്തോടെ തെറ്റിദ്ധാരണകൾ പരിഹരിക്കപ്പെടും. കരിയറിലും ബിസിനസ്സിലും പുതിയ ആസൂത്രണം നടത്താൻ കഴിയും. വളരെ കാലമായി തൊഴിലില്ലാതെ കഴിയുന്ന ആളുകൾക്ക് അവർക്കിഷ്ടമുള്ള ജോലി ലഭിക്കും. ബിസിനസ് സംബന്ധമായ യാത്രകൾ സാധ്യമാണ്. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. മിഥുനരാശി, ചില ആരോഗ്യ പ്രശ്നങ്ങൾ അവഗണിച്ചാൽ ആദ്യ ആഴ്ച നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും. ബിസിനസ്സിൽ പുരോഗതി കൈവരിക്കാൻ നിങ്ങൾക്ക് വലിയ അവസരങ്ങൾ ലഭിച്ചേക്കാം. സ്വാധീനമുള്ള ആളുകളുമായി നിങ്ങൾക്ക് ബന്ധം സ്ഥാപിക്കുവാൻ കഴിയും. അവരുടെ സഹായത്തോടെ ജീവിതത്തിൽ മുന്നേറാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. വീട്ടിലെ മാതാപിതാക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ തുടർന്നും ലഭിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിനായി പരിശ്രമിക്കുന്നവരുടെ വഴിയിലെ തടസ്സങ്ങൾ മാറും. ഈ സമയത്ത് ജോലിയുള്ളവർക്ക് ഓഫീസിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. നിങ്ങളുടെ ബിസിനസ് വികസിപ്പിക്കുന്നതിന് ഒരു നല്ല ഓഫർ ലഭിച്ചേക്കാം. ഏതൊരു കോടതി കേസിലും നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം വന്നേക്കാം. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നും പൂർണ്ണ സഹായവും പിന്തുണയും ലഭിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ അവഗണിക്കുന്നത് ഒഴിവാക്കുക. കർക്കിടക രാശി, നിങ്ങൾ ആസൂത്രണം ചെയ്ത ജോലി കൃത്യസമയത്ത് പൂർത്തിയാകും. ചില നല്ല വാർത്തകൾ ലഭിച്ചതിന് ശേഷം നിങ്ങളുടെ മനസ്സ് സന്തോഷിക്കും. സ്വത്ത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാനുള്ള ആഗ്രഹം പൂർത്തീകരിക്കുവാൻ കഴിയും. ഈ ഇടപാടിൽ നിങ്ങൾക്ക് നല്ല ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. പൂർവിക സ്വത്ത് സമ്പാദിക്കുവാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും പ്രത്യേക സ്നേഹവും പിന്തുണയും ലഭിക്കും. ബിസിനസ്സിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ലാഭം ലഭിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു വലിയ കരാർ അന്തിമമാക്കാൻ കഴിയും. അത് ഭാവിയിൽ നിങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ നൽകും. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ് നടത്തുന്നവർക്ക് സമയം അനുകൂലമാണ്. തൊഴിൽ ചെയ്യുന്നവർക്ക് അധിക വരുമാനത്തിൻ്റെ പുതിയ സ്രോതസ്സുകൾ സൃഷ്ടിക്കപ്പെടും. ചിങ്ങരാശി, കരിയറുമായും ബിസിനസ്സുമായും ബന്ധപ്പെട്ട ഒരു വലിയ അവസരം നിങ്ങൾക്ക് ലഭിച്ചേക്കാം. ഭാഗ്യത്തിൻ്റെയും കർമ്മത്തിൻ്റെയും സഹായത്തോടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം കൈവരിക്കും. നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളുടെ സഹായത്തോടെ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിൽ കഴിയും. നിങ്ങളുടെ പണം ഏതെങ്കിലും പദ്ധതിയിലോ ബിസിനസ്സിലോ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ അടുത്ത സുഹൃത്തുക്കളുടെയോ സ്വാധീനമുള്ള വ്യക്തികളുടെയോ സഹായത്തോടെ അത് വീണ്ടെടുക്കാൻ സാധിക്കും. അധികാരവും സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ സമയം വളരെ ശുഭകരമാണ്. അയാൾക്ക് വലിയ ഉത്തരവാദിത്തമോ സ്ഥാനമോ ലഭിച്ചേക്കാം.
നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ നിങ്ങളോട് ദയ കാണിക്കും. സമൂഹത്തിൽ നിങ്ങളുടെ വിശ്വാസ്യതയും പ്രശസ്തിയും വർദ്ധിക്കും. പ്രണയബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. നിങ്ങളുടെ ഇണയിൽ നിന്നും സന്തോഷവും പിന്തുണയും ലഭിക്കും. ആരോഗ്യം സാധാരണമായിരിക്കും. കന്നിരാശി. ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങളുടെ സമയവും ഊർജവും കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾ വിജയിച്ചാൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച വിജയം ലഭിച്ചേക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾ അതിനായി അല്പം കാത്തിരിക്കേണ്ടി വന്നേക്കാം. നിങ്ങൾ മടി ഒഴിവാക്കണം. ആരോഗ്യപരമായ ഈ സമയം നിങ്ങൾക്ക് പ്രതികൂലമാണെന്ന് പറയാം. ഓഫീസിലെ നിങ്ങളുടെ മുതിർന്നവരിൽ നിന്നും ജൂനിയർമാരിൽ നിന്നും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിയും. വാരാന്ത്യത്തിൽ ചില മത സാമൂഹിക പരിപാടികളിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. തുലാം രാശി. ആഴ്ചയുടെ തുടക്കത്തിൽ ഭാഗ്യം നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ബിസിനസ്സിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങും. ഓഫീസിൽ ശരിയായ ആസൂത്രണത്തോടെ പ്രവർത്തിച്ചാൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കും. ബിസിനസ് കാഴ്ചപ്പാടിൽ നിന്നും ഈ സമയം നിങ്ങൾക്ക് പൂർണ്ണമായും അനുകൂലമായിരിക്കും. നിങ്ങളുടെ വരുമാനത്തിൽ തുടർച്ചയുണ്ടാകും. ഇത് തൊഴിൽ ചെയ്യുന്നവർക്ക് അധിക വരുമാന മാർഗമായി മാറും. നിങ്ങളുടെ ജോലി മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ കാലയളവിൽ നിങ്ങൾക്ക് ഒരു നല്ല ഓഫർ ലഭിച്ചേക്കും. സ്വത്ത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക എന്ന സ്വപ്നം യാഥാർത്ഥ്യമായേക്കാം. പങ്കാളിയുമായുള്ള ബന്ധം മെച്ചപ്പെടും. വൃശ്ചിക രാശി. ചെയ്യുന്ന ജോലികളിലെ തടസ്സങ്ങൾ കാരണം മനസ്സ് അല്പം ദുഃഖിതമായിരിക്കും. നിങ്ങളുടെ ജോലി ആരെയും ഏൽപ്പിക്കരുത്. നിങ്ങളുടെ പദ്ധതികൾ പൂർത്തിയാകുന്നതുവരെ ആരോടും പറയരുത്. നിങ്ങളുടെ എതിരാളികൾ സജീവമായി തുടരാൻ സാധ്യതയുള്ളതിനാൽ ജോലിസ്ഥലത്ത് വളരെ ശ്രദ്ധാലുവായിരിക്കുക. നിങ്ങളുടെ ആരോഗ്യത്തിലും നിങ്ങൾ പൂർണ്ണ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. സീസണൽ രോഗങ്ങളെക്കുറിച്ച് പ്രത്യേകം ജാഗ്രത പാലിക്കുക. ആഴ്ചയുടെ മധ്യത്തിലെ ചില വലിയ ചെലവുകൾ പെട്ടെന്ന് ഉയർന്നു വന്നേക്കാം. നിങ്ങളുടെ കരിയറുമായും ബിസിനസ്സുമായും ബന്ധപ്പെട്ട ഒരു തീരുമാനവും തിടുക്കത്തിലോ വൈകാരികമായോ എടുക്കുന്നത് ഒഴിവാക്കണം. അല്ലാത്ത പക്ഷം പിന്നീട് നിങ്ങൾക്ക് ഖേദിക്കേണ്ടി വന്നേക്കാം. വ്യാപാരികൾക്ക് ബിസിനസ്സിൽ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച ഫലങ്ങൾ ലഭിക്കുന്നതിന് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ആഴ്ചയുടെ മധ്യത്തിൽ സഹോദരങ്ങൾക്കിടയിൽ എന്തെങ്കിലും തർക്കമുണ്ടാകാം. പ്രണയബന്ധത്തിൽ ജാഗ്രതയോടെ മുന്നോട്ടു പോവുക. പ്രയാസകരമായ സമയങ്ങളിൽ നിങ്ങളുടെ ജീവിത പങ്കാളി നിഴൽ പോലെ നിങ്ങളോടൊപ്പം നിൽക്കും. ധനുരാശി. മടിയിൽ നിന്നും നാളത്തേക്ക് കാര്യങ്ങൾ മാറ്റിവെക്കുന്ന പ്രവണതയിൽ നിന്നും സ്വയം രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വിജയം നിങ്ങൾക്ക് ലഭിച്ചേക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അവസരം നഷ്ടപ്പെടുത്തേണ്ടി വന്നേക്കാം. എന്നിരുന്നാലും ഈ കാലയളവിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും പൂർണ്ണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങളുടെ ആത്മവിശ്വാസവും ഉത്സാഹവും വർദ്ധിപ്പിക്കും. അധികാരം, സർക്കാർ എന്നിവയുമായി ബന്ധപ്പെട്ട ആളുകളുടെ സഹായത്തോടെ സാമ്പത്തിക നേട്ടമുണ്ടാകും. നിങ്ങൾ വിദേശത്ത് പഠിക്കാനോ ബിസിനസ് ചെയ്യാനോ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വഴിയിൽ വരുന്ന എല്ലാ തടസ്സങ്ങളും മാറും. പ്രിയപ്പെട്ട ഒരാളുടെ വരവ് മൂലം വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാകും. പ്രണയബന്ധങ്ങളുടെ കാര്യത്തിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. മകരരാശി. ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജോലി വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം. നിങ്ങളുടെ പുറകിൽ നിന്നും നിങ്ങളെ ഉപദ്രവിക്കാൻ ചിന്തിക്കുന്ന ആളുകളിൽ നിന്നും നിങ്ങൾ ശരിയായി അകലം പാലിക്കണം. ഉന്നത വിദ്യാഭ്യാസത്തിനായി പരിശ്രമിക്കുന്നവരുടെ പാതയിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാം. സാമ്പത്തിക കാര്യങ്ങളിൽ ആസൂത്രിതമായി പ്രവർത്തിച്ചാൽ മാത്രമേ ലാഭമുണ്ടാകൂ. പങ്കാളിത്തത്തോടെ ബിസിനസ് നടത്തുകയാണെങ്കിൽ കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുന്നതാണ് നല്ലത്. സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രധാന ആശങ്കയുണ്ടാക്കിയേക്കാം. പഴയ അസുഖം ആവർത്തിക്കുന്നത് മൂലമോ നിങ്ങൾക്ക് ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നേട്ടം ലഭിക്കാനുള്ള സാധ്യതയും കുറവായിരിക്കും. വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവുകൾ കാരണം നിങ്ങളുടെ ബഡ്ജറ്റ് താളം തെറ്റിയേക്കാം.
കുംഭരാശി, ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങളുടെ കരിയറിലും ബിസിനസ്സിലും പുരോഗതി കൈവരിക്കുന്നതിന് നല്ല അവസരങ്ങൾ ലഭിച്ചേക്കാം. നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണ സഹായവും പിന്തുണയും ലഭിക്കും. ബിസിനസ് ആവശ്യങ്ങൾക്കായി നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ടി വന്നേക്കാം. വിപണിയിൽ നിങ്ങളുടെ വിശ്വാസ്യത വർദ്ധിക്കും. നിങ്ങൾ തൊഴിൽ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ആഗ്രഹം സഫലമാകും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച ശുഭകരമായിരിക്കും. ഒരു പ്രധാന പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നതിനാൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഓഫീസിലെ മേലുദ്യോഗസ്ഥരുമായുള്ള നിങ്ങളുടെ ബന്ധം മികച്ചതായിരിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. മീനരാശി, ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങൾക്ക് അനാവശ്യമായ ചിലവുകൾ നേരിടേണ്ടി വന്നേക്കാം. സ്വത്തു സംബന്ധമായ കാര്യങ്ങൾ കാരണം നിങ്ങൾക്ക് കോടതി സന്ദർശിക്കേണ്ടി വന്നേക്കാം. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് ഒരു പ്രധാന ആശങ്കാജനകമായ കാര്യമായി മാറിയേക്കാം. നിങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലും രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലയളവിൽ അത് വീണ്ടും പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഓഫീസിലോ ബിസിനസ്സിലോ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കാത്തതിനാൽ നിങ്ങൾ വിഷാദത്തിലായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാം, പക്ഷേ അതെല്ലാം താൽക്കാലികമായിരിക്കും. ആഴ്ചയുടെ മധ്യത്തിൽ നിങ്ങൾക്ക് അവയെ മറികടക്കാൻ കഴിയും. നിങ്ങളുടെ പ്രണയ പങ്കാളിയോ ജീവിത പങ്കാളിയോ ആയോ നിങ്ങൾ എന്തെങ്കിലും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ഇതിൽ ഒട്ടും അലസത കാണിക്കരുത്. കാരണം കഠിനാധ്വാനം മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ള വിജയം നൽകൂ. നിങ്ങളുടെ സമയത്തിൻ്റെ ഭൂരിഭാഗവും മതപരവും സാമൂഹികവുമായ പ്രവർത്തനങ്ങളിൽ ചെലവഴിക്കും. ഇന്നത്തെ നക്ഷത്രവാരഫലം എന്ന പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഈ യാത്രയിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ മറക്കരുത്. നക്ഷത്രങ്ങൾ മാറാം, ദിവസങ്ങൾ മാറാം, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികൾ മനോഹരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്കാരം.